എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയിൽ നമ്മൾ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ഈ പാർട്ട് 2 വീഡിയോയിൽ കേരള ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റ് പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം കേരള ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും എസ്സേയുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ മറ്റ് സ്റ്റഡി പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. കാര്യം നമ്മുടെ വീഡിയോസിന് റെസ്പോൺസ് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഈ പറയുന്ന ടെലിഗ്രാം ചാനൽസും അതുപോലെ തന്നെ മറ്റ് സ്റ്റഡി പ്ലാറ്റ്ഫോംസിലൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ദ നീഡ് ടു ബിൽഡ് എ ഡിസാസ്റ്റർ റെസിലന്റ് കേരള. സോ ഇതൊരു കേരളത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. 2019 പരീക്ഷയിൽ ഇതുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുള്ളതാണ്. അന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരളം ഫേസ് ചെയ്ത മഹാപ്രളയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ലെസൺസ് ലേൺ ഫ്രം ദാറ്റ് ഫ്ലഡ്, അതാണ് അന്നത്തെ ചോദ്യം. ഏകദേശം സിമിലർ മോഡലിലുള്ള മറ്റൊരു ചോദ്യമാണിത്. ദ നീഡ് ടു ബിൽഡ് എ ഡിസാസ്റ്റർ റെസിലന്റ് കേരള. സോ കേരളത്തിൻ്റെ ഇനിയുള്ള ഡെവലപ്മെൻറ്റ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ന രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണിത്. സോ ഇതിലേക്ക് കടക്കുമ്പോഴേക്കിന് കേരളം ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സ്, അതായത് ഫ്ലഡ്, ഫ്ലാഷ് ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രൗട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാം. എന്തുകൊണ്ടാണ് കേരളം ഇതിലൊക്കെ വൾണറബിൾ ആവുന്നത് എന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതിനുശേഷം എങ്ങനെ അതൊക്കെ അഡ്രസ്സ് ചെയ്യാം, എങ്ങനെ ഒരു ഡിസാസ്റ്റർ റെസിലന്റ് കേരള നമുക്ക് ബിൽഡ് ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുക. മറ്റൊരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ പെയ്ഡ് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് 50ഓളം എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിൻ്റെ ഫോൾഡർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 2 ടോപ്പിക്കിൻ്റെ ഫോൾഡർ മെറ്റീരിയലിന് ഒരു ഡെമോ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ്സുമായിട്ട് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദ റൈസിംഗ് മൈഗ്രേഷൻ ഓഫ് യൂത്ത് ഫ്രം കേരള. കേരളത്തിൽ പണ്ട് മുതലേ ആളുകൾ ഗൾഫിലോട്ടൊക്കെ ജോലിക്കായി പോകുന്നുമുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇപ്പം യൂത്ത് ഒരുപാട് പേര് വെസ്റ്റേൺ നേഷൻസ്, അതായത് യൂറോപ്പ്, അതുപോലെ തന്നെ കാനഡ, അതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുവാണ്. അത് ജോലിക്ക് വേണ്ടി മാത്രമല്ല, അവർ മൊത്തത്തിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാണ്. അങ്ങനെയുള്ള ട്രെൻഡ് കൂടി വരുവാണ്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉത്തരമായിരിക്കണം ഈ ഒരു ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ബേസിക്കലി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൈഗ്രേഷൻ വരുന്നത്? അതിന് ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻ്റ് ഒരു ഫാക്ടറാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് തുല്യമായ ഒരു രീതിയിലുള്ള ഒരു ജോലി കിട്ടാത്തതൊരു വലിയൊരു ഫാക്ടറാണ്. ഗവൺമെൻറ് സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്, അതും ഒരു ഫാക്ടറാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോഴ്സസും അതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാമെന്നും അതിൻ്റെ ബെനിഫിറ്റ്സും എല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുക. അടുത്ത ചോദ്യം, അത് ഓൾറെഡി പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മൈഗ്രൻ്റ് വർക്കർ ഇഷ്യൂസ് ഇൻ കേരള. അത് കഴിഞ്ഞ 5 വർഷമായിട്ടെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ ഒരു ഇൻഫ്ലക്സും അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഞാൻ പ്രിസിയിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ആ സമയത്ത് ഡിസ്കസ് ചെയ്തെന്ന് ഇപ്പം നിങ്ങൾ എസ്സേ ടോപ്പിക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൽ പ്രധാനമായിട്ടും അവർ വരുന്ന ഒരു ഇൻഫ്ലക്സിനെ പറ്റി ആദ്യം പറയുക. എന്തുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്? ബെറ്റർ വേജസ് പോലുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പറയുന്ന ലേബർ ചെയ്യാൻ ആളുകൾ അവൈലബിൾ അല്ല. അതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള ഇഷ്യൂസ്, അതായത് ഇപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല, അത് കാരണം ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ അവർക്ക് ജീവിക്കേണ്ടി വരുന്ന ലിവിങ് കണ്ടീഷൻസ്, അതായത് ഈ ഹൗസിംഗ് പോലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ലിവിങ് കണ്ടീഷൻസ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ലോക്കൽസുമായിട്ട് വരാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയണം. പിന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ ഒരു പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അടുത്തത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അത് കുറച്ചും കൂടി ജനറിക് ആയിട്ടുള്ളൊരു മേഖലയാണ്. കാര്യം എല്ലാ തവണയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇൻ കേസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളിൽ നമുക്ക് ബ്രീഫായിട്ടെങ്കിലും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു
ഏരിയയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് വളരെ ബ്രീഫായിട്ട് ഈയിടെ നമ്മളൊരു പ്രിസീഡ് ഒരു പ്രാക്ടീസ് സെഷൻ ചെയ്തപ്പോഴേക്കും അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതും കേരള ബേസ്ഡ് ആയിട്ട് ഇനി ഒരു വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻ്റ് ആണ് ഈ റൈസിങ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ കേരള. ഇപ്പോൾ അരിക്കൊമ്പൻ ഇഷ്യൂ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ കൂടി വരുന്നത്, അതിനുള്ള കാരണങ്ങൾ, അത് കാരണം ഹ്യൂമൻസിനും അതുപോലെ തന്നെ ആനിമൽസിനും ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ്, അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കവർ ചെയ്യണം. ഈ ഒരു ചോദ്യവും കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദി നീഡ് ടു ഓഗ്മെന്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് കേരള. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കേരളവും യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട് സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ അലൊക്കേഷനെ പറ്റി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ഒരു സ്കാർസിറ്റി കാരണം വരുന്ന ഒരു ഇഷ്യൂസാണ് ഇതൊക്കെ. സോ അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് നമുക്ക് കുറവായത് കാരണമാണ് ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, പിന്നെ എങ്ങനെ നമുക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്സേ നമുക്ക് കൊടുക്കുക, ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇന്നിപ്പം കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള 6 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് ഈ ഒരു സെഷൻ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.